ഉൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഞങ്ങൾ കൊടിയെടുത്ത് ഞങ്ങളുടെ കാര്യത്തിലിറങ്ങും. പക്ഷേ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കോൺഗ്രസുകാരായി മാറും, BJP-ക്കാരായി മാറും, കോൺഗ്രസുകാരായി മാറും. പക്ഷേ ഏകോപന സമിതിയുടെ ഏകോപനം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് മതമില്ല. എല്ലാ മതസ്ഥരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് താഴോട്ട് പോകാനും മുകളോട്ട് പോകുവാൻ പന്തലിച്ച് കയറുവാൻ കഴിയുന്നത് എന്നുള്ള സത്യം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ആ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വ്യാപാര മേഖലയിൽ വ്യാപാരികളൊക്കെ ഭൂഷകളാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നും വ്യാപാരികളൊക്കെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരാണ് എന്ന് മാറ്റി തീർത്ത ഏകോപന സമിതി. തെരുവിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവർ മുതൽ കപ്പൽ കച്ചവടക്കാരൻ വരെ അണിനിരക്കുന്ന സംഘടനയാണ് ഏകോപന സമിതി. എന്നീ തെരുവോരങ്ങളിലേക്ക് എല്ലാ ലൈറ്റുകളും എത്തിക്കുവാൻ നമ്മുടെ കോർപ്പറേഷനും ഭരണകൂടത്തിനും ഒന്നും കഴിയില്ല. വ്യാപാരികൾ ഒരു ദിവസം കടകൾ അടച്ചിട്ടാൽ തെരുവോരങ്ങളൊക്കെ ഇരുട്ടിലാവുകയല്ലേ. അപ്പൊ വ്യാപാരികൾ നടക്കുന്ന കറണ്ട് ബില്ല് സർക്കാർ തരുമോ? ഇല്ലല്ലോ. അപ്പൊ സർക്കാരിനെ കൂടി സഹായിക്കുന്ന കോർപ്പറേഷനെയും പഞ്ചായത്തിനെയും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും സഹായിക്കുന്ന കള്ളന്മാർക്കും പിടിച്ചുമരക്കാർക്കും മാത്രം ദോഷം ചെയ്യുന്ന കാര്യം ദൈത്യക്കാർ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് മാത്രം ദോഷം ചെയ്യുന്ന സാമൂഹിക വിരുദ്ധന്മാർക്ക് ദോഷം ചെയ്യുന്ന പരിപാടികളാണ് വ്യാപാരികൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് വേണം? വ്യാപാരികളുടെ നൂറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഫൈനുമായി കോർപ്പറേഷന്റെ മുന്നിലെത്തുമ്പോൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങൾ അനധികൃതമായി ഒന്നും ചോദിക്കൂല. കാലാകാലങ്ങളിൽ ഞങ്ങളുടെ കടയിൽ കയറി പ്ലാസ്റ്റിക് പിടിക്കുമ്പോൾ ഞങ്ങൾ പറയും അരുതേ, ഇത് വരുന്നതല്ല പല സംസ്ഥാനമാണ്. GST കൊടുത്ത് അവര് ലോറി കയറ്റി ഇങ്ങോട്ട് വിടുമ്പോ ചെക്ക് പോസ്റ്റിൽ തടയണേ സഹോദര എന്ന് ചില ഹെൽത്ത് ഓഫീസർമാരും ഞങ്ങൾ പറയും. അപ്പൊ അവര് പറയും അതൊന്നും പറ്റൂല, നിങ്ങളെയൊക്കെ മുതൽക്കൊണ്ട കയറുമെന്ന് പറയും. അപ്പൊ ഞങ്ങൾ പറയും തനിക്ക് തന്നെ അവിടെ കയറാൻ പറയും കടയിൽ. അപ്പൊ ഞങ്ങൾ തടഞ്ഞു കേട്ടു. അപ്പൊ ഞങ്ങളുടെ പേര് കേസെടുക്കും, ജയിലിൽ കിടക്കും. 4 പ്രാവശ്യം ജയിലിൽ കിടന്നു, 97 ദിവസം ജയിലിൽ കിടന്നു, പട്ടാളക്കാരെ സാക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അതും വലിയ മുക്തരിയൊന്നുമല്ല വ്യാപാരികൾക്ക്. 59 ഈ ഇടയ്ക്ക് നടക്കും. അപ്പൊ ഞങ്ങളോട് ഏറ്റുമുട്ടിയാൽ ഞങ്ങൾ തിരിച്ചു കിട്ടും. പക്ഷേ ഞങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾ സഹകരിക്കും. മാന്യമായി കച്ചവടം ചെയ്യുന്ന ചെറു വ്യാപാരികളാണ് ഞങ്ങൾ. ലോണെടുത്ത് കച്ചവടം ചെയ്യുന്നവരാണ്. ഞങ്ങളിൽ ദൂഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ ദീർഘമായി കൂടുതലായി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും കൊല്ലം കോർപ്പറേഷനായാലും ജില്ലാ പഞ്ചായത്തായാലും എല്ലായിടത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഒരു ഏറ്റുമുട്ടലും തയ്യാറല്ല. കൂട്ടുമ്പോൾ ഞങ്ങളോട് ആലോചിച്ച് കൂട്ടണം. എന്തെങ്കിലും കൂട്ടിയാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടണം. എന്നെ പിടിച്ചിരിക്കാനൊന്നും നോക്കത്തില്ല. അപ്പൊ ഞങ്ങളോട് ഞങ്ങളുടെ നേതാക്കന്മാരെ കാലാകാലങ്ങളിൽ വിളിച്ച് സംസാരിക്കുന്നത് പോലെ ചെറിയ ഫീസൊക്കെ ഒന്ന് കൂട്ടും, സഹകരിക്കണം. നിങ്ങളുടെ വീടിന്റെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് കൂട്ടും, ലൈസൻസ് ഫീസ് ഒന്ന് 10 രൂപ കൂട്ടും. ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്കും കൂടെ ബോധ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആളെത്തിയിട്ടില്ല, വരുന്നതുപോലെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ ഓടി വരുന്നുണ്ട്, ഫ്രണ്ടിലോട്ടിരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നവർക്കും ഈ സമ്മേളനത്തിന് എത്തിയവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങളോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ഇതിലും ജയിച്ചു വന്നവരുണ്ട്. ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൊല്ലം കമ്പോളത്തിൽ സുഗമമായി കച്ചവടം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണം. അതിന് കോർപ്പറേഷന്റെ സഹായമാണ്. കോർപ്പറേഷൻ എന്ത് കാര്യങ്ങൾ ഇവിടെ വികസനത്തിന് വേണ്ടി ചെയ്യുന്നു അതിനെപ്പോഴും ഞങ്ങളുടെ വ്യാപാരികളുടെ സഹകരണം ഉണ്ടായിരിക്കും. ഞങ്ങൾ ഇത്ര നാൾ അത് കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഇനിയും കൊടുത്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇതിനകത്ത് 4 വ്യാപാരികൾ വന്നിട്ടുണ്ട്. വളരെ കച്ചവടക്കാരന്റെ പൾസ് എന്താണെന്ന് അറിയാവുന്ന 4 വ്യാപാരികൾ ജയിച്ചു വന്നിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഇവിടുത്തെ നമ്മുടെ മേയർ, അദ്ദേഹം വ്യാപാര കുടുംബമാണ് ഞങ്ങൾ. അദ്ദേഹം കൊല്ലത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാം. ഞങ്ങളെയൊക്കെ വളരെ സുഹൃത്താണ്.
അദ്ദേഹത്തിന്റെ ഫാദർ കച്ചവടം ചെയ്യുന്ന ഒരു ചാമക്കടയിൽ നല്ല ഒരു പാത്രക്കടയാണ്. അദ്ദേഹം ആ കച്ചവടം ചെയ്യുന്ന കാലം മുതലെല്ലാം ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് കൊല്ലത്തിന്റെ പൾസ് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് കൊല്ലത്തെ കച്ചവടക്കാർ അദ്ദേഹത്തോടൊപ്പം ഈ ഇരിക്കുന്ന എല്ലാ കൗൺസിലർമാരോടൊപ്പം ഏത് വികസനത്തിനും ഈ കൊല്ലം മർച്ചന്റ് അസോസിയേഷൻ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒന്ന് പറയാനുള്ളത്, നിങ്ങളെല്ലാം കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കെട്ടിവെച്ചിരിക്കുന്ന കോട്ട കൊല്ലം ഇല്ലാതാക്കിയ ആ ഓവർബ്രിഡ്ജ് ഇടിച്ചു മാറ്റി തൂണുകളാക്കി അതിന്റെ അടിയിൽ പാർക്കിംഗ് കൊണ്ടുവന്നാൽ, ഇതിലെ തൂണ് ഇട്ട് പോയി കഴിഞ്ഞാൽ 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം കിട്ടും പാർക്കിങ്ങിന്. കൊല്ലത്തെ വ്യാപാരി നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കൊല്ലത്തെ വ്യാപാരം നടക്കാത്തത്. ആർക്കും വരാൻ വയ്യ. ആ രീതിയിലാണ് കൊല്ലം നശിച്ചു പോയിരിക്കുന്നത്. അത് മാറ്റിക്കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഐഡന്റിറ്റി നിലനിർത്തി സജീവമായി കൊല്ലം കമ്പോളത്തിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൊല്ലം മർച്ചന്റ്സ് അസോസിയേഷൻ, അല്ലെങ്കിൽ KMA എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ കൊല്ലം നഗരത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളിലും സജീവമായ നേതൃത്വം കൊടുക്കാൻ കൊല്ലം മർച്ചന്റ്സ് അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നഗരത്തിന്റെ സാംസ്കാരികോത്സവമായി മാറിയിട്ടുള്ള പ്രസിഡന്റ് ട്രോഫി, ജലോത്സവം ഉൾപ്പെടെയുള്ള കൊല്ലത്തിന്റെ സാംസ്കാരിക രംഗത്ത്, കൊല്ലത്തിന്റെ കായിക മേഖലയിൽ, മറ്റെല്ലാ വൈവിധ്യമാർന്ന പരിപാടികളിലും മർച്ചന്റ്സ് അസോസിയേഷന്റെ കയ്യൊപ്പ് അല്ലെങ്കിൽ അടയാളം ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമ്മേളനത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വലിയ പൗരാണികത്വം അവകാശപ്പെടാൻ കഴിയുന്ന കൊല്ലം കമ്പോളത്തിലെ പ്രമുഖമായ വ്യാപാര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ കഴിഞ്ഞ 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ ജയിച്ചിട്ടുള്ള ജനപ്രതിനിധികളെയും ജനനേതാക്കളെയും പരസ്യമായി ഒരു പൊതുസമ്മേളനം വിളിച്ച് ആദരിക്കുക എന്ന ഒരു സംരംഭം സംഘടിപ്പിക്കാൻ അവർ തയ്യാറായത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോ മേയറും ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ളവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷനിലെ ബഹുമാനപ്പെട്ട MLAയും എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കോർപ്പറേഷൻ കൗൺസിൽ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇതിലൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോടൊപ്പം കൊല്ലം മർച്ചന്റ്സ് അസോസിയേഷനോടൊപ്പം പുതുതായി കൊല്ലം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ കൗൺസിൽ അംഗങ്ങളെയും ഈ പ്രദേശത്തെ ഈ നഗരത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമെന്ന നിലയിൽ എന്റെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അനുമോദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജനപ്രതിനിധി ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു പദവിയാണ്. സത്യത്തിൽ അധികാര പദവി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ജനങ്ങളെ സേവിക്കാനും സഹായിക്കാനും ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ കൗൺസിലർ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് പറയുന്ന നമ്മുടെ ചുമതല, ഉത്തരവാദിത്വം. ഇന്ന് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനകീയ വിചാരണയ്ക്ക് വിധേയമാവുന്നവരാണ് ജനപ്രതിനിധികൾ. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നവരാണ് ജനപ്രതിനിധികൾ. അത് ജനാധിപത്യത്തിന്റെ ഒരു സ്വഭാവമാണ്. ജനാധിപത്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വാഗതാർഹമാണ്, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നിർബന്ധമാണ്. ഞാൻ പറയുന്നതിനോട് വിയോജിക്കാനും നിങ്ങൾക്ക് വിയോജിക്കാനും, നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിക്കാനുമുള്ള അവകാശത്തെയാണ് നമ്മൾ ജനാധിപത്യ സംവിധാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ വിയോജിപ്പ് ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. പക്ഷെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന കേരള നിയമസഭ പാസാക്കിയ പഞ്ചായത്തി രാജ് നിയമവും നഗരപാലിക നിയമവും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്.
പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിൽ ഒരൊറ്റ കക്ഷി മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുക്കപ്പെട്ട ആൾ. പിന്നെ നിങ്ങളെ സ്ക്വാഡ് കയറുന്നതിൽ ഒക്കെ ഒരു മോണിറ്ററിംഗ് ഉണ്ടാവണം. രാജ്യത്ത് വ്യാപാരികൾ എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് അവര് സർക്കാരിന്റെ ഭാഗമാണ്, കോർപ്പറേഷന്റെ ഭാഗമാണ്. അവരാണ് ജനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്യുന്നത്. ആ നികുതി പണം പോയിട്ടാണ് അതിന്റെ ഒരു ഷെയറും കൂടെ കിട്ടിയിട്ടാണ് സർക്കാർ കോർപ്പറേഷന് പൈസ അങ്ങോട്ട് തരുന്നത്. അവര് പിരിക്കുന്നില്ല എന്ന് വിചാരിച്ച് കേസും വഴക്കൊക്കെ ഉണ്ട്, അതവിടെ കിടക്കും. പക്ഷെ കാശിന് കാശ് കാണത്തില്ല. പൈസയ്ക്ക് പൈസ വേണമല്ലോ. ആ പൈസയ്ക്ക് പൈസ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ജനം എത്തണം. ഇതെല്ലാം ഒരു ചങ്ങലയിലെ കണ്ണികളാണ്. ആർക്കും ഇതിൽ മാറി നിന്നുകൊണ്ട് വ്യാപാരികളെ ഒഴിവാക്കി ഭരണകർത്താക്കൾക്കോ അവരെ പൂർണ്ണമായി ഒഴിവാക്കി വ്യാപാരികൾക്കോ ഒന്നും നമുക്ക് പ്രായോഗികമായി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ തന്നെ ഇങ്ങനെ ഇരുത്തരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുന്നത് ഒരു മര്യാദയല്ല. 2 ട്രെയിൻ കയറിയാണ് ഇവിടെ എത്തിയത്. എങ്കിലും ഇതിനിടയ്ക്ക് NS ആശുപത്രിയിലും അപ്പുറത്ത് റെസ്റ്റോറന്റ് ആൻഡ് ഹോട്ടൽ അസോസിയേഷന്റെ അവരുടെ ജില്ലാ സമ്മേളനം, അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. എല്ലാ കൗൺസിലർമാരും ഒരുവിധം ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും അവരൊക്കെ അതിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഗോവമക്കിയില് ധാരാളം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതെല്ലാം കൂടെ എല്ലാ കുറവുകളും നികത്താൻ പറ്റുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇക്കൊല്ലത്തെ വ്യവസായികൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വ്യവസായികളെക്കാളും കൊല്ലം നഗരത്തിലെ വ്യാപാരികൾ കഴിഞ്ഞ കുറെ അധികം നാളുകളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ലാതാക്കാൻ എല്ലാ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP മുഴുവൻ നേതാക്കന്മാർക്കും നഗരത്തിലെ മുഴുവൻ കച്ചവടക്കാരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാള് ഒരു കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ കൈകളിലായിരുന്നു ഈ നഗരം. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ കൊല്ലം നഗരത്തെ മുഴുവൻ കച്ചവടക്കാരിങ്ങനെ കയ്യിൽ ടമ്മാനം ആടുന്നത് പോലെയായിരുന്നു. എല്ലാ കടകളിലും റോഡിലൂടെ നടന്നു നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പായിക്കട റോഡിലൊക്കെ കാളവണ്ടിയുടെ ഒരു കാലഘട്ടമുണ്ട്. കാളവണ്ടി ഇങ്ങനെ സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യും കൊണ്ടുപോകുന്ന ആ കാലഘട്ടത്തെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ അന്ന് സൈക്കിളിൽ കൂടെ യാത്ര ചെയ്യാൻ, നടന്നു നീങ്ങാൻ കഴിയാത്തത്ര തിരക്ക് പിടിച്ചൊരു നഗരവീഥിയായിരുന്നു അതൊക്കെ. എന്തുകൊണ്ടായാലും കഴിഞ്ഞ കുറെ നാളുകളായി നമുക്ക് വേണമെങ്കിൽ മെയിൻ റോഡിൽ ഫുട്ബോൾ കളിക്കാം, അപ്പുറത്ത് പായിക്കട റോഡിലും ആ സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ അക്കാര്യത്തിൽ എല്ലാവരും ഒരേ മാനസികാവസ്ഥയിലാണ്. പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ചിന്തയിൽ തന്നെയാണ്. എങ്ങനെയും നമുക്ക് ഒരു പൈതൃക തെരുവ് എന്ന പോലെ തന്നെ പായിക്കട റോഡിൽ മാറ്റം വരുത്തണം, മെയിൻ റോഡിൽ മാറ്റം വരുത്തണം, നഗരമാകെ മാറ്റം വരുത്തണം എന്ന് തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുടെ ജീവിതം, കച്ചവടം നടത്തുന്നവർ മാത്രമല്ല, ഞാൻ അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അവരെ സംഘടിപ്പിച്ച അവരുടെ ചുമട്ടുതൊഴിലാളികളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ കൊല്ലത്തെയും കൊല്ലം ജില്ലയിലെയും സംസ്ഥാനത്തെയും ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ. ഇന്നും ഞാൻ എറണാകുളത്ത് പോയത് ചുമട്ടുതൊഴിലാളികളുടെ അവരുടെ ക്ഷേമനിധി ബോർഡിലെ ഒരു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കാൻ പോയതാണ് ഞാൻ. അപ്പൊ ഈ വ്യാപാരികൾ കച്ചവടം ചെയ്യുമ്പോൾ വ്യാപാരികളല്ല ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചുമടെടുക്കുന്ന ചുമട്ടുതൊഴിലാളികൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഈ നഗരത്തിലെ കച്ചവടക്കാരിൽ നിന്ന് കിട്ടുന്ന ചെറിയ കൂലി കൊണ്ടാണ്. നാടൻ പക്ഷേ പറഞ്ഞാൽ ആ കൂലി ഉപയോഗിച്ചാണ് അവരൊക്കെ ജീവിച്ചിരുന്നത്. അവരുടെ ഒക്കെ കൈകളിൽ നമ്മുടെ കുടുംബങ്ങൾ എത്രയോ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം നഗരത്തിലെ ചുമട്ടുതൊഴിലാളികളുടെ മക്കൾ ഡോക്ടർമാരായിരുന്നവരുണ്ട്, MBBS പാസ്സായവരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും, അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞവർ. ഇപ്പോഴും തൊഴിലാളിയുടെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ധാരാളം ഈ ചുമട്ട് തൊഴിലാളികളൊക്കെ ജീവിച്ചിരുന്നത് കൊല്ലം നഗരത്തിലെ കച്ചവടക്കാരുടെ ദയാദാക്ഷിണ്യത്തിൽ എന്ന് വേണമെങ്കിലും പറയാം. അവരുടെ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്തിരുന്ന, അവരുടെ സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ കയറ്റി ഇറക്കി ജീവിച്ചിരുന്നവരാണ്.
ഇന്ന് അവർക്കും പട്ടിണിയിലെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്തിലേക്ക് എത്തി നിൽക്കുന്ന തൊഴിലാളികൾ ഇന്നലകളിലെ അവരൊക്കെ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് അവർ ഏറ്റവും കുറഞ്ഞ ഏറ്റവും ചെറിയൊരു സ്കൂട്ടറിലേക്ക് എത്തിയിട്ടുണ്ട് അവരൊക്കെ. ആ സാഹചര്യം നിലനിൽക്കുന്നു നമ്മുടെ നഗരത്തിൽ. അതിന് മാറ്റം വരുത്താൻ കഴിയണം. പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സ്വാഭാവികമാണ്. വ്യാപാരി വ്യവസായികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലുണ്ട്. ഇങ്ങനെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കൂട്ടായ നമുക്ക് ചർച്ചകൾ നടത്താം.